ഓൺലൈൻ തട്ടിപ്പ് വലയിൽ കുരുങ്ങി കൊച്ചി. തട്ടിപ്പ് സംഘത്തിന്റെ വലയത്തിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഓൺലൈൻ തട്ടിപ്പുകളിൽ ഈ വർഷം സൈബർ പോലീസിന് ലഭിച്ചത് 4000 പരാതികളാണ്. ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകളിൽ അധികവും. ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായും കൊച്ചി മാറുന്നുവെന്നാണ് പോലീസ് സൈബർ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം വ്യക്തമാക്കുന്നത്. കബളിപ്പിക്കലിന് ഇരയാകുന്നവരിലധികവും സാധാരണക്കാരാണ്. 2003 ലഭിച്ചത് 4000 പരാതികളാണ്. മുൻവർഷങ്ങളേക്കാൾ 40% വർധനവാണ് ഇത്തവണ കേസുകളിൽ. ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളാണ് കൂടുതലും. യൂട്യൂബ് ലൈക്ക് ചെയ്ത് വരുമാനമുണ്ടാക്കാമെന്നും 1000 രൂപയിട്ടാൽ 1250 രൂപ ലഭിക്കുമെന്നും പ്രചരിപ്പിച്ച് കോടികൾ തട്ടിയ 2 പേർ കഴിഞ്ഞ ദിവസം ആലുവയിൽ പിടിയിലായിരുന്നു. ജോബ് ടാസ്കുകളിലൂടെയും കൊച്ചിയിൽ പലർക്കും ലക്ഷങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ജോലി ആവശ്യമുള്ളവർക്കായി ചില ടാസ്കുകൾ ആദ്യം നൽകും. പൂർത്തിയാക്കിയാൽ നിശ്ചിത തുക ലഭിക്കും. പിന്നീട് പേയ്മെന്റ് ടാസ്കുകൾ കൊണ്ടുവന്നാണ് പണം തട്ടിയെടുക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിലും തട്ടിപ്പുകളുണ്ട്. അനധികൃതമായി തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നും വെരിഫിക്കേഷൻ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് കബളിപ്പിക്കൽ. അന്വേഷണ ഏജൻസികളുടെ യൂണിഫോം ധരിച്ച് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയും തട്ടിപ്പുകളുണ്ട്. മരട് സ്വദേശിക്ക് ഇത്തരത്തിൽ 9 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. വിവാഹ ഓൺലൈൻ സൈറ്റുകളുടെ പേരിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഓൺലൈൻ ലോൺ തട്ടിപ്പുകളും വ്യാപകമാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ കണ്ടെത്താനും പിടികൂടാനും സൈബർ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, കൊച്ചി.